ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന സംസ്കൃത മന്ത്രം നമ്മൾ ചിലപ്പോഴൊക്കെ കേൾക്കാറുണ്ടല്ലേ. ലോകത്തെല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന മാനവികമായ കാഴ്ചപ്പാട് നല്ലത് തന്നെയാണ്. പ്രത്യേകിച്ച് വിവിധ ലോകരാജ്യങ്ങൾ തമ്മിൽ യുദ്ധവും യുദ്ധസമാനമായ ഏറ്റുമുട്ടലും നടക്കുമ്പോൾ പല മതവിഭാഗങ്ങളും ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ വിവിധ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പുലിവാല് പിടിച്ചിരിക്കുകയാണ് എറണാകുളം ഉദയംപേരൂരിലെ ജീസസ് ജനറേഷൻ എന്ന പ്രാർത്ഥനാ കൂട്ടായ്മ. ഉദയംപേരൂരിൽ പാസ്റ്റർമാർ സംഘടിപ്പിച്ച പരിപാടിയിൽ പാകിസ്ഥാൻ പതാക ഉപയോഗിച്ചതിൽ പോലീസ് കേസെടുത്തു. ജീസസ് ജനറേഷൻ എന്ന പ്രാർത്ഥനാ കൂട്ടായ്മ നയിക്കുന്ന ഓഡിറ്റോറിയം ഉടമ ദീപു ജേക്കബിനെതിരെയാണ് കേസ്. ഉദയംപേരൂരിൽ വിവിധ പ്രൊട്ടസ്റ്റന്റ് സഭകളിലെ പാസ്റ്റർമാർ സംഘടിപ്പിച്ച പരിപാടിയിലാണ് പാകിസ്ഥാൻ പതാക ഉപയോഗിച്ചതായി പരാതിയുള്ളത്. ഉദയംപേരൂർ ജീസസ് ജനറേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന 40 ദിവസം നീണ്ട പ്രാർത്ഥനാ ശുശ്രൂഷയിൽ 20 രാജ്യങ്ങളുടെ പതാകയ്ക്കൊപ്പം പാകിസ്ഥാന്റെ പതാകയും ഉണ്ടായിരുന്നു. BJP എറണാകുളം ജില്ലാ സെക്രട്ടറി ശ്രീകുട്ടൻ നൽകിയ പരാതിയിലാണ് ഉദയംപേരൂർ പോലീസ് കേസെടുത്തത്. പരിപാടിയുടെ സംഘാടകനും ഓഡിറ്റോറിയത്തിന്റെ ഉടമയുമായ ദീപു ജേക്കബിനെതിരെയാണ് കേസ്. ചൈനയിൽ നിന്നാണ് പുതിയകാവ് സ്വദേശിയായ ദീപു ജേക്കബ് പതാക വാങ്ങിയത്. എല്ലാ രാജ്യങ്ങളുടെയും സമാധാനത്തിനായി നടത്തിയ പരിപാടിയാണെന്നാണ് സംഘാടകരുടെ വാദം. കഴിഞ്ഞ 1.5 വർഷമായി സകല രാജ്യങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ 20 രാജ്യങ്ങളുടെ പതാക ഉപയോഗിക്കാറുണ്ടെന്നും മറ്റൊരു ദുരുദ്ദേശം ഇല്ലെന്നും ഓഡിറ്റോറിയം ഉടമ ദീപു പറഞ്ഞു. മതസ്പർദ്ധയ്ക്കും കലാപ ആഹ്വാനത്തിനുമാണ് കേസെടുത്തിരിക്കുന്നത്. പാകിസ്ഥാൻ പതാക പൊതുസ്ഥലത്ത് പ്രദർശിപ്പിച്ച് ആരാധന നടത്തിയെന്നാണ് FIR. പരിപാടി നടത്തിയതിനു ശേഷം മറ്റൊരു ചടങ്ങിനായി ഓഡിറ്റോറിയത്തിലേക്ക് പോയവരാണ് പാകിസ്ഥാൻ പതാക പ്രദർശിപ്പിച്ചത്. പോലീസിന് ലഭിച്ച പരാതിയെ തുടർന്ന് പതാക കസ്റ്റഡിയിലെടുത്തു. പാകിസ്ഥാന്റെ കൊടി പ്രദർശിപ്പിച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യൻ പതാകയോട് സംഘാടകർ അനാദരവ് കാണിച്ചെന്നും ആരോപണമുണ്ട്. പരിപാടിക്ക് ശേഷം ഇന്ത്യൻ പതാക ശുചിമുറിയുടെ പരിസരത്തേക്ക് കൂട്ടിയിട്ടെന്നും BJP നേതാവ് നൽകിയ പരാതിയിൽ പറയുന്നു. ന്യൂസ് 18 കൊച്ചി.